വയനാട് കള്ളാടി ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇപ്പോഴും ഇന്നലെ രാത്രി വൈകിയും വ്യാപകമായ കാര്യമായ തിരച്ചിലുണ്ടായി. കൂടുതൽ JCBകൾ സ്ഥലത്തെത്തിച്ചു. ഒപ്പം ദുരന്ത നിവാരണ സേനയുടെ സാന്നിധ്യം, NDRF സംഘമടക്കം അവിടെയുണ്ട്. മന്ത്രിമാർ നേതൃത്വം നൽകുന്നുണ്ട്. ഇനി കണക്കനുസരിച്ച് 5 പേരുടെ വിവരം കൂടി ലഭിക്കാനുണ്ട്. ഇവർ മണ്ണടിയിൽ പെട്ടു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കടാവർ നായ്ക്കൾ, ഈ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ജീവനുള്ള മനുഷ്യ ശരീരങ്ങളെ കണ്ടെത്താൻ സഹായിക്കുന്ന കടാവർ നായ്ക്കളെയും തിരച്ചിലിന് എത്തിച്ചിട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ രാത്രിയോടെ പാലത്തിന് മുകളിലെ മണ്ണ് പൂർണ്ണമായി നീക്കാൻ സാധിച്ചു. പ്രദേശത്ത് കടുത്ത നിയന്ത്രണം ഇതിനകം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രദേശവാസികളെ മാത്രം കടത്തി വിട്ടുകൊണ്ടുള്ള താൽക്കാലിക ക്രമീകരണമാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ അപകടത്തിൽ 3 പേരാണ് മരിച്ചത്. ഇവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കമ്പനിയുടെ ജീവനക്കാരാണ് ഈ മരണപ്പെട്ടത്. മധ്യപ്രദേശ് സ്വദേശിയായ ചന്ദ്രബാൻ, സിവിൽ ഫോർമാൻ ബീഹാർ സ്വദേശി ബികാഷ് കുമാർ, തൊഴിലാളിയായ ജാർഖണ്ഡ് സ്വദേശി അൻമോൽ എന്നിവരാണ് ഈ അപകടത്തിൽ മരിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്താൻ മുഖ്യമന്ത്രി സതീശൻ ഇന്ന് ദുരന്ത പ്രദേശത്തേക്ക് എത്തും. മന്ത്രിമാരായ AP അനിൽകുമാറും T സിദ്ദിഖും വയനാട്ടിൽ തുടരുകയാണ്. CB അനുമോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അനുമോദ്, ഇനിയിപ്പോൾ കണ്ടെത്താനുള്ളത് 5 പേരെയാണല്ലേ? 5 പേരുടെ വിവരങ്ങളാണ് കിട്ടാനുള്ളത്. ഈ 5 പേരും ജീവനക്കാർ തന്നെയാണോ ഈ കമ്പനിയുടെ? നാട്ടുകാർ, അത്തരം ആളുകളൊക്കെ പൂർണ്ണമായും സുരക്ഷിതരാണല്ലോ? ഇപ്പോൾ അനുമോദ് നിൽക്കുന്ന അവിടെ ആ പ്രദേശത്ത് ഇപ്പോഴും ശക്തമായ മഴയുണ്ട്. ഇന്നലെയും മഴയുണ്ടായിരുന്നു. മഴ രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന ഒരു പശ്ചാത്തലം ഇന്നലെ മുതലുണ്ട്. രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. കനത്ത മഴയാണ് ഈ മേഖലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തെരച്ചിലിനെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് എന്ന് പറയാം. പലപ്പോഴും മഴ കാരണം ഈ തെരച്ചിൽ പൂർണ്ണമായ തോതിൽ നടത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണം മണ്ണിടിഞ്ഞ നിൽക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ സുരക്ഷ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇന്നലെ രാത്രി വൈകി മണ്ണ് മാറ്റുന്ന നടപടികൾ, ആ പാലത്തിന് മുകളിൽ മണ്ണ് മാറ്റുന്ന നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവിടേക്ക് പ്രവേശനം ആർക്കുമില്ല. പ്രദേശവാസികൾക്ക് മാത്രമാണ് കർശന ഉപാധികളോടെ അവിടേക്ക് പ്രവേശനമുള്ളത്. മാധ്യമങ്ങൾക്കടക്കം അവിടേക്ക് പൂർണ്ണമായും പ്രവേശനം നൽകിയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇന്ന് പ്രധാനമായിട്ടും ശ്രദ്ധ കാണാതായ 5 പേരെ കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ 4 സോണുകളായിട്ടാണ് നടത്തുന്നതെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ അപകടം നടന്ന പ്രദേശത്തിന് ചുറ്റുമുള്ള ഇടങ്ങൾ അത് 4 സോണാക്കി തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. അതുപോലെ തന്നെ NDRFിൻ്റെയും പോലീസിൻ്റെയും സിവിൽ ഡിഫൻസ് വോളണ്ടിയേഴ്സിൻ്റെയും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെയും അവരുടെയും നേതൃത്വത്തിലാണ് ഈ ഒരു തെരച്ചിൽ നടക്കുന്നത്. 7 മുതൽ 10 അടി വരെ ഉയരത്തിലാണ് മണ്ണ് വീണിട്ടുള്ളത്. ഇത് നീക്കി തിരയുക എന്നുള്ളതാണ് വലിയ ഒരു വെല്ലുവിളി. അതിന് ഈ മഴ വലിയ തടസ്സം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. കാരണം മണ്ണിന് ഉറപ്പില്ലാത്തതിനാൽ പലയിടങ്ങളിലേക്കും പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ വലിയ ഹിറ്റാച്ചി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുവാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ തൊഴിലാളികളുടെ ബസ് ആ മണ്ണിനടിയിൽ കുടുങ്ങിയതായിട്ടുള്ള വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ ജീവനക്കാരില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ബസ്സിൽ ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്ന് ഇതിനോടകം തന്നെ സ്ഥിരീകരിക്കാനായിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത് ഇവിടേക്ക് തദ്ദേശവാസികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. ആരും തന്നെ ഇതുവരെ പ്രദേശത്തുള്ളവർ ഈ അപകടത്തിൽ പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാനമായിട്ടും കണ്ടെത്തിയിരിക്കുന്നത്. ആരുടെയും ഈ പ്രദേശവാസികളുടെ എല്ലാം തന്നെ വീടുകളിലൊക്കെ പരിശോധന നടത്തുകയും അവിടെ അങ്ങനെ ആരും കാണാതായ വിവരം ഇതുവരെ പോലീസിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് അറിയാനാകുന്നത്. അപകട മേഖലയിൽ സ്നിഫർ ഡോഗുകളുടെ സഹായത്തോടെയാണ് ഇന്ന് തെരച്ചിൽ നടത്തുക. മണ്ണിടിഞ്ഞ പ്രദേശത്തിന് 500 മീറ്റർ ചുറ്റളവിൽ പ്രദേശത്ത് വ്യാപകമായ തെരച്ചിലാണിപ്പോൾ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിലേക്കും എത്തി പരിശോധന നടത്തുക എന്നുള്ളതാണ്. എന്നാണെങ്കിലും കനത്ത നിയന്ത്രണം ഈ മേഖലയിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മേപ്പാടി ടൗണിലും ബോച്ചെ എസ്റ്റേറ്റ് തുടങ്ങിയ ഈ അപകടം നടന്നതിന് 500 മീറ്റർ പരിധിയിലെല്ലാം കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾക്ക് പൂർണ്ണമായിട്ടും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ളത്, മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം ഉച്ചയ്ക്ക് ഇവിടെ എത്തും എന്നുള്ളതാണ്. ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഏകോപനവും വിലയിരുത്തലും തുടർ നടപടികളൊക്കെ അദ്ദേഹത്തിൻ്റെ സന്ദർശനത്തിന് ശേഷം വിലയിരുത്തലായിട്ട് ഉണ്ടാകും. വലിയ മഴ പെയ്യുന്നു എന്നുള്ളതാണ്, ഇടയ്ക്കിടെ ശക്തമായ മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു തെരച്ചിലിനും മറ്റു നടപടികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തീർത്തിരിക്കുന്നത്. രഞ്ജിത്ത്, ഏതായാലും തിരച്ചിൽ ഇന്നും രക്ഷാദൗത്യമടക്കം തുടരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അനുമോദ്, ഈ
ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുണ്ട്. അവർ 7 പേരാണ് എന്നാണ് കണക്കനുസരിച്ച് മനസ്സിലാകുന്നത്. ഇവരുടെ നില എങ്ങനെയുണ്ട് എന്നുള്ളത് പ്രധാനമാണല്ലോ. 2 പേർക്ക് അതീവ ഗുരുതരാവസ്ഥയിലാണ് 2 പേർ എന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെയും ആ വാർത്ത പുറത്തു വന്നിരുന്നു. ഒപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. ഇവരൊക്കെ മരിച്ചവരൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളാണ്. അന്യസംസ്ഥാനത്ത് നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്യുന്നവരാണ്. അവരുടെ ബന്ധുക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയോ? മൃതദേഹങ്ങൾ കൈമാറുന്ന നടപടികൾ അത് വേഗം പൂർത്തിയാകുമെന്ന് കരുതാം. രഞ്ജിത്ത്, 3 പേരുടെ പേരുകൾ മധ്യപ്രദേശ് സ്വദേശിയായ ചന്ദ്രപാൻ, ബീഹാർ സ്വദേശിയായ ബികാഷ് കുമാർ, ജാർഖണ്ഡ് സ്വദേശി അനുമോൾ എന്നിവർ മരണപ്പെട്ട 3 പേര്. അതുപോലെ കാണാതായവരിൽ എല്ലാവരും തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള വിക്രം റാണ, ഹിമാചൽ പ്രദേശിലുകാരനായ രാഹുൽ, ബീഹാർ സ്വദേശിയായ മുഹമ്മദ് ഇമ്രാൻ, പശ്ചിമ ബംഗാൾ സ്വദേശിയായ രാകേഷ്, ഉത്തർപ്രദേശ് സ്വദേശിയായ അസറുദ്ദീൻ അൻസാരി. ഇവരാണ് ഇനി ഈ 5 പേരെയാണ് കണ്ടെത്താനുള്ളത്. ഇതിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എംബാം ചെയ്ത് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടി സ്വീകരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേയുടെ സഹായത്തോടെ വിമാനമാർഗവും അങ്ങനെ സാധ്യമാവുന്ന ദൂരത്ത് വിമാനമാർഗത്തിലൂടെയും ബാക്കിയുള്ളവരും ട്രെയിൻ വഴിയുമാണ് മൃതദേഹങ്ങൾ അവരുടെ നാട്ടിലേക്ക് കൊണ്ടുപോവുക. ഇവിടെ നിന്നും എംബാം നടപടികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹങ്ങൾ മാറ്റിയിട്ടുണ്ട്. ചികിത്സയിലുള്ളവർ 3 പേരുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ് എന്നാണ് അറിയാനാകുന്നത്. കാണാതായവരുടെ തെരച്ചിലിനൊപ്പം തന്നെ ഈ രക്ഷപ്പെട്ടവരെ അവരുടെ ജീവൻ നിലനിർത്താനുള്ള പരമാവധി എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്താനുള്ള നടപടികൾ തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുക എന്ന് ഇന്നലെ തന്നെ മന്ത്രി പി അനിൽകുമാർ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരുന്നു. വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യമാണെങ്കിൽ മറ്റിടങ്ങളിലേക്ക് മാറ്റാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ അതും പരിശോധിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാണെങ്കിലും അപകടത്തിൽ ഈയൊരു കാണാതായവരുടെ എണ്ണം ഇനിയും വർദ്ധിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമതായി ചികിത്സയിലുള്ളവരുടെ ജീവൻ രക്ഷിക്കാനുള്ള എല്ലാ സാധ്യമായ ശ്രമങ്ങളും നടത്തുക. ഇതിനാണിപ്പോൾ മുൻതൂക്കം നൽകുന്നത്. തെരച്ചിലിനൊപ്പം ഇവരുടെ ചികിത്സ അത് പരമാവധി സാധ്യമായ എല്ലാ ചികിത്സയും നൽകി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതാണ് നമുക്ക് ദൃശ്യങ്ങളൊക്കെ വളരെ ഭയാനകരമായ ദൃശ്യങ്ങളാണ് ഇന്നലെ മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുതിച്ചു വരുന്ന മണ്ണ് കിലോമീറ്ററോളം ഉയരത്തിൽ 1/2 കിലോമീറ്ററോളം ഈ മണ്ണും ചെളിയും അടക്കം ഇങ്ങനെ വളരെ ശക്തമായി കുതിച്ചു വന്നു. നിരവധി ആളുകൾ മണ്ണിനടിയിലായി. 5 പേരെക്കുറിച്ച് ഇനി വിവരം കിട്ടാനുണ്ട്. 7 പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതിനകം 3 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. നേരത്തെ പറഞ്ഞതുപോലെ അനുമോദ്, മുഖ്യമന്ത്രി ഇന്ന് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഹെലികോപ്റ്റർ മാർഗ്ഗമാണ് അദ്ദേഹം എത്തുക എന്ന് മനസ്സിലാകുന്നു. 10:30-ക്കാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുക. ഒപ്പം 2 മന്ത്രിമാരുടെ നേതൃത്വമുണ്ട് ഇന്നലെ മുതൽ തന്നെ. ഇന്നലെ സർക്കാർ ആദ്യം തന്നെ വ്യക്തമാക്കിയ കാര്യം, പ്രത്യേകിച്ചും സിദ്ദിഖ് മന്ത്രി വ്യക്തമാക്കിയ കാര്യം മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്നുള്ളതാണ്. ഈ കമ്പനിയോട് നിരവധി തവണ ആവശ്യപ്പെട്ടിരുന്നു ഈ മണ്ണ് നീക്കം ചെയ്യണമെന്ന കാര്യം. പക്ഷെ അത് സംഭവിച്ചില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.